മക്കളെ, നമ്മളങ്ങനെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 2021 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മളിവിടെ സെറ്റാക്കാണ്. അതിൻ്റെ ആദ്യത്തെ 2 പാർട്ട് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഭാഗത്ത് 42ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 41 ചോദ്യങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അത് കാണാത്തവർ ദയവ് ചെയ്ത് അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ 42ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം എങ്ങനെയാണ്? 3 1/2 മൈനസ് 2 1/3 മൈനസ് 1/3 ഓൾ ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 5/11 മൈനസ് 1 2/3. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കിത് വളരെ വൃത്തിയായിട്ട് ചെയ്യാം. റെഡിയല്ലേ? ഞാൻ ചോദ്യം വേണമെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് എഴുതാം. 3.5 മൈനസ് 2 1/3 മൈനസ് 1/3 ഓൾ ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 5/11 മൈനസ് 1 2/3. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. എടാ, ഒരു ഭിന്നസംഖ്യാ രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. ഒരു വരയൊക്കെ ഉണ്ട് അല്ലേ? ഒരു വരയുണ്ട്. ആ വരയുടെ മുകളിൽ ഒരു ആളിരിക്കുന്നുണ്ട്, ആ വരയുടെ താഴെ ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? ആദ്യം വരയ്ക്ക് മുകളിലുള്ള അംശം, അതായത് മുകളിലുള്ള ആളെ നമുക്ക് സോൾവ് ചെയ്യാം. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 3.5 മൈനസ് 2 1/3 മൈനസ് 1/3. ഞാനിതിനെ ഇതിൻ്റെ ഭിന്ന രൂപങ്ങളൊക്കെ ഓക്കെ നോക്കിക്കേട്ടാ. ഇവിടെ ഒരു മൈനസ് 2/3 ഒരു മൈനസ് 1/3. നമുക്കത് ആദ്യം ചെയ്താലോ? അതാദ്യം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? മൈനസ് 2 1/3 മൈനസ് 1/3. നോക്കൂ, ഇയാളൊരു മിശ്ര ഭിന്നമാണ്. ഇയാൾ എന്താക്കണം? ഒരു സാധാരണ ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റിയാൽ എന്താ കൂടാ? ആ ചിഹ്നം മറക്കരുത് കേട്ടോ, മൈനസ് അവിടെ ഇരിക്കട്ടെ. ആദ്യം ഗുണിക്കണം. 2 3 തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 6. കിട്ടിയ ഉത്തരത്തിനെ മുകളിലിരിക്കുന്ന 1 കൊണ്ട് കൂട്ടണം. ഇപ്പം എന്തായത്? 7/3 എന്നായി. മൈനസ് 1/3. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലടാ? നോക്കിക്കേ, താഴെ 2 ഡിനോമിനേറ്റർ സെയിം ആണ്. താഴെ 2 ഭാഗത്തും 3 ആണ്. അപ്പൊ നമുക്ക് ആ 3നെ കോമൺ ആയിട്ട് എഴുതാലോ, അല്ലെ? ഛേദം ഒരുപോലെയാണെങ്കിൽ ആ ഛേദം അതുപോലെ എഴുതാം. എന്നിട്ടോ മുകളിൽ ഇരിക്കുന്ന ആളെ എഴുതിയാൽ മതി. ആരാ മുകളിൽ? -7 -1. എന്താ ഞാൻ പറഞ്ഞത്? മൈനസ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു തീർക്കേണ്ട കടമാണ്. അപ്പൊ 7 രൂപ കടം, വീണ്ടും ഒരു രൂപയും കൂടി കടം. മൊത്തത്തിൽ അവന് 8 രൂപ കടം ബൈ 3. അപ്പൊ നോക്ക്, നമ്മൾ ഇത്രയും ഭാഗം ചെയ്തപ്പോൾ എന്ത് കിട്ടി? മൈനസ് 8/3 എന്ന് കിട്ടിയല്ലോ. അപ്പൊ ഞാനിനി ഇത് ക്ലിയർ ചെയ്തിട്ട് ബാക്കി പറഞ്ഞാൽ പറയാം. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ മൈനസ് 8/3 ആണ് ഇത് ഇത്രയും ഭാഗത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടിയത്. ഇനി നോക്കിക്കട, ഈ 3.5 നമുക്ക് സാധാരണ ഒരു ഭിന്നരൂപത്തിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റിയാൽ എന്താകും? ആദ്യം ഗുണിക്കണം, പിന്നെ കൂട്ടണം. 3ഉം 2ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 6. 6ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ കിട്ടുന്നത് 7. അപ്പൊ 7/2 മൈനസ് ഇത്രയും ഭാഗത്ത് നമുക്ക് എന്താ കിട്ടിയത്? 8/3 എന്ന് കിട്ടിയത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതിടാ? ഇനി ക്രോസ് ചെയ്താൽ പോരെ? 7 ഗുണം 3 21. നടുവിലുള്ള ചിഹ്നം മൈനസ്. 8 ഗുണം 3 24 ബൈ 2 ഗുണം 3 6. 21 രൂപയെ കയ്യിലുള്ളൂ, പക്ഷെ 24 രൂപ കടമാണ്. 21 രൂപ കയ്യിലുണ്ട്, 24 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്താണ് ബാക്കി ഉണ്ടാവുക? ബാക്കി ഉണ്ടാവുന്നത് കടം. എത്ര രൂപ? 3 രൂപ.
ക്ലിയർ അല്ലേ? -3/6 എന്ന് കിട്ടി. ചെറുതാക്കാലോ. 3ഉം 6ഉം 3ന്റെ ഗുണിതമാണ്. 3ൽ എത്ര 3കൾ? ഒരു 3. 6ലോ 2 3. ചിഹ്നം മറന്നു പോകാതെ ഇടണം മൈനസ്. അപ്പൊ -1/2 എന്ന് കിട്ടി. ഏത്? മുകളിൽ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്കിവിടെ ഇത്രയും ഭാഗം ചെയ്തപ്പോൾ എന്ത് കിട്ടി? -8/3 എന്ന് കിട്ടി. അത് മനസ്സിലുണ്ടാകണം. അപ്പൊ അതിന് മുന്നിൽ ആരുണ്ടടാ? ഒരു 3.5 ഉണ്ട്. 3.5 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്രഭിന്നമാണ്. നമ്മൾ അയാളെ ഒരു സാധാരണ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ പോവാ. എങ്ങനെയാ മാറ്റാന്ന് മറക്കരുത്. എങ്ങനെയാ മാറ്റുക? ആ വലിയ പൂർണ്ണസംഖ്യയായ 3നെ താഴെ കിടക്കുന്ന 2 കൊണ്ട് ഗുണിക്കണം അല്ലെ? ആദ്യം ഗുണിക്കണം, എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിനെ മുകളിൽ ഇരിക്കുന്ന ആളെ കൊണ്ട് കൂട്ടണം. ഓക്കെ, അപ്പൊ 3ഉം 2ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 6. 6ന്റെ കൂടെ മുകളിലിരിക്കുന്ന 1 കൂട്ടിയാൽ കിട്ടുന്നത് 7. അങ്ങനെ 7/2 എന്ന് കിട്ടി. മൈനസ് അപ്പുറത്ത് എന്താ നമുക്ക് കിട്ടിയത്? 8/3 അല്ലെ? 8/3. ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താ പോരെ? 3 ഗുണിക്കണം 7 21 മൈനസ് 8 ഗുണിക്കണം 2 16 ബൈ 2 ഗുണിക്കണം 3 2 ഗുണിക്കണം 3 6. നോക്കിക്കടാ, 21ൽ നിന്ന് 16 കുറച്ചാൽ കിട്ടുന്നത് ബാക്കി എത്രയാ? 21ൽ നിന്ന് 16 പോയാൽ ബാക്കി 5, താഴെ ഒരു 6. അപ്പൊ 5/6 ആണ് മുകളിൽ. 5/6 ആണ് മുകളിൽ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? താഴെ കിടക്കുന്ന ആളെയും കൂടി ഒന്ന് സോൾവ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ മക്കളെ. അങ്ങനെ താഴെ കിടക്കുന്ന ആളാരാ? 5 1/2 ഗുണിക്കണം 5/11 ആണ്. ഓക്കെ, അത് നമുക്ക് ആദ്യം ചെയ്യാം. നോക്കൂ, ഇതൊരു മിശ്ര രൂപത്തിലാണ് കിടക്കുന്നത്. നമ്മൾ അയാളെ ഒരു സാധാരണ ഭിന്ന രൂപത്തിലേക്ക് മാറ്റിയാൽ 5 ഗുണിക്കണം 2 10, 10 ഗുണിക്കണം 1 11 മുകളിൽ വരും, താഴെ ഒരു 2 വരും. അപ്പൊ 11/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്കറിയാം 11ന്റെ പകുതിയാണ് എന്ത്? ഈ കിടക്കുന്ന 5.5 അല്ലടാ? ഓക്കെ, അപ്പൊ 11/2 എന്ന് എഴുതാം. അപ്പുറത്ത് ആരുണ്ട്? ഒരു 5/11 കൂടി ഉണ്ട്. ഈ 11 വെട്ടിക്കളഞ്ഞാൽ ബാക്കി ആരേ ഉള്ളൂ? 5/2 ഉള്ളൂ. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ ഇത് ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ അത് 5/2 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അപ്പുറത്തെ ഒരാളും കൂടി ഉണ്ട് അല്ലേ? അയാളും കൂടി ചെയ്യാം. 5/2 മൈനസ് ഇതെന്താടാ വരിക? 1 2/3 എന്ന് പറയുന്ന മിശ്ര ഭിന്നത്തിനെ ഒരു സാധാരണ ഭിന്ന രൂപത്തിലേക്ക് മാറ്റിയാൽ എന്താകും? 1 ഗുണിക്കണം 3 ചെയ്യണം. 3 കിട്ടിയ ഉത്തരം 3 ആണ്. അതിൻ്റെ കൂടെ 2 കൂട്ടണം. 3 2 കൂട്ടിയാൽ കിട്ടുന്നത് 5. അപ്പൊ 5/3 എന്നാണ് ആ മിശ്ര രൂപത്തിനെ മാറ്റിയാൽ കിട്ടുന്ന രൂപം. അപ്പൊ 5/2 മൈനസ് 5/3 ചെയ്യാം. 5 ഗുണിക്കണം 3 എന്ന് പറയുന്നത് എത്രയാ? 15. നടുവിലെ ചിഹ്നം മൈനസ്. ഇനി 5 ഗുണിക്കണം 2 എത്രയാടാ? 5 ഗുണിക്കണം 2 10 ബൈ 2 ഗുണിക്കണം 3 6. 15ൽ നിന്ന് 10 പോയി, ബാക്കി എത്രയുള്ളൂ? 15ൽ നിന്ന് 10 പോയാൽ ബാക്കി 5, താഴെ ഒരു 6. നോക്കിക്കടാ, മുകളിൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടിയത്? മുകളിൽ ചെയ്തപ്പോൾ അംശത്തിന്റെ ഉത്തരമായിട്ട് കിട്ടിയത് 5/6. താഴെ ഇരിക്കുന്ന ഇത്രയും ആളുകളെ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരവും, ഛേദത്തിലുള്ള ആളുകളെ മുഴുവൻ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരവും 5/6. നോക്കിക്കടാ, ഒരു ഭിന്ന രൂപത്തിൽ മുകളിലും താഴെയും ഒരുപോലെ വന്നാൽ ഉത്തരം എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ഉത്തരം അതൊന്നാണ്. 1 നമ്മുടെ ഉത്തരം. അത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ കണക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കണം. ഞാൻ കുറേ വലിച്ചു നീട്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ യൂട്യൂബിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ഒട്ടും മനസ്സിലാകാത്ത ആളുകൾ സ്പീഡൊന്നും കൂട്ടാതെ വേണം കാണാൻ. ഞാൻ ഇത്രയും നീട്ടി പറയാനുള്ള കാരണം വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ബേസും ഇല്ലാത്ത ആളുകൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാകും. അവരെയും കൂടി നമുക്ക് വേണം, അവരും കൂടി നമുക്കൊപ്പം വേണം. അതുകൊണ്ടാണ് ഇത്രയും നീട്ടി പരത്തി പറയുന്നത്.
മാത്സിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയ ആളുകൾ എന്ത് ചെയ്യണം? ഇത് ഫോർവേഡ് അടിച്ച് കാണണം. ഓക്കെ മക്കളെ, 43ാമത്തെ ചോദ്യം. 5.25 നിന്ന് 3.5 കുറയ്ക്കണം. 5.25 നിന്ന് 3.5 കുറയ്ക്കണം. 5.25 നിന്ന് 3.5 കുറയ്ക്കണം. ചെയ്ത് നോക്കാം അല്ലേ? ഇത് ശരിക്കും ചെയ്യുന്ന വഴിയും ലോജിക്ക് വെച്ച് ചെയ്യുന്ന വഴിയും ഞാൻ വിശദീകരിക്കാം. ആദ്യം ശരിക്കും ചെയ്യുന്ന വഴി ഇങ്ങനെയാണ്. 5.25 അതിൽ നിന്ന് കുറയ്ക്കണം 3.5. ഓക്കെ, അപ്പൊ 5.25 3.5 എന്ന രൂപമൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്? ഒരു മിശ്ര രൂപത്തിലാണ് കിടക്കുന്നത്. നമ്മൾ അതിനൊരു ഭിന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 5ഉം 4ഉം തമ്മിൽ ഗുണിക്കും, മുകളിലിരിക്കുന്ന 1 കൂട്ടും. അങ്ങനെ കൂട്ടിയാൽ 21/4 എന്ന് കിട്ടും. മൈനസ് അപ്പുറത്തെ ആളെ ചെയ്താൽ എന്ത് കിട്ടൂടാ? 3, 2 തമ്മിൽ ഗുണിക്കുന്നു, മുകളിലിരിക്കുന്ന 1 കൂട്ടുന്നു. അപ്പോൾ അത് 7/2 എന്നാകുന്നു. ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. 21ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 42 മൈനസ് 7 ഗുണിക്കണം 4. 7 ഗുണിക്കണം 4. 4 കൊണ്ട് ഏത് സംഖ്യനെ ഗുണിക്കാനും ആ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, വീണ്ടും ഇരട്ടി എടുക്കുക. അപ്പൊ 7ന്റെ ഇരട്ടി 14, 14ന്റെ ഇരട്ടി 28 ബൈ 4 ഗുണിക്കണം 2 എന്ന് പറയുന്നത് 8. ഇത്രയും ക്ലിയർ ആയെങ്കിൽ അടുത്ത ചെയ്യാലോ. 42ൽ നിന്ന് 28 പോയാൽ, 42ൽ നിന്ന് ഒരു 20 പോയാൽ എത്രയാ? 42ൽ നിന്നൊരു 20 പോയാൽ ബാക്കി 22 ഉണ്ടാവും. 22ൽ നിന്ന് ഒരു 8 കൂടി പോയാൽ ബാക്കി വരുന്നത് 14 ആണ്. അപ്പോൾ 14/8 എന്ന് കിട്ടും. ചെറുതാക്കി കഴിഞ്ഞാൽ 14ൽ എത്ര രണ്ടുകൾ എന്ന് ചോദിച്ചാൽ 7 രണ്ടുകൾ. 8ൽ എത്ര 2 എന്ന് ചോദിച്ചാൽ അത് 4. അപ്പൊ 7/4 മിശ്ര രൂപത്തിലേക്ക് മാറ്റാലോ. 7/4 മിശ്ര രൂപത്തിലേക്ക് മാറ്റിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എങ്ങനെ? മുകളിൽ ഉത്തരമായി കിട്ടിയത് നമ്മൾ വലുതാക്കി എഴുതും. താഴെ ചെറുതായി കിടക്കുന്നവരെ നമ്മൾ മുകളിലേക്ക് ഉയർത്തും. അപ്പൊ താഴെ കിടക്കുന്ന 3 മുകളിൽ പോകുന്നു. എന്തുകൊണ്ടാണ് ഹരിച്ചത്? 4 കൊണ്ട്. അയാൾ താഴെ. അപ്പൊ നമ്മുടെ ഉത്തരം 1/4 ആണ്. ഇതാണ് ഇത് ശരിക്കും ചെയ്യുന്ന വഴി. ഇനി ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ചടാം. 5.25 അതായത് 5 പൂർണ്ണമായിട്ടുള്ള വസ്തു ഉണ്ട്. പിന്നെയോ 6ാമത്തെ വസ്തുവിനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചതിൽ ഒരു കഷ്ണമുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതാണ് 5.25. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 3.5 കഷ്ണങ്ങൾ മുറിച്ച് കളയണം. 3.5 കഷ്ണങ്ങൾ മുറിച്ച് കളയണം. അപ്പോൾ നമുക്ക് ഈ 3 കഷ്ണങ്ങളെ ആദ്യം മുറിച്ച് കളയാം. 3 കഷ്ണങ്ങളെ ആദ്യം മുറിച്ച് കളയാം. ഇതങ്ങോട്ട് പോയി, ഒഴിവാക്കി. ബാക്കി എന്തുണ്ട്? ഒരു 2.25 കഷ്ണങ്ങളുണ്ട്. ആ 2.25 കഷ്ണത്തിന് ഞാനിവിടെ വരയ്ക്കാം കേട്ടോ. 2.25 കഷ്ണമുണ്ട്. 1, 2, പിന്നെ ഒരു 1/4 ഭാഗം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 കഷ്ണങ്ങൾ ഒഴിവാക്കി. ഇനി നമുക്കൊരു 1/2 ഭാഗം കൂടി ഒഴിവാക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 അങ്ങോട്ട് ഒഴിവാക്കി. ബാക്കി നമ്മുടെ കയ്യിൽ ഇതാ ഇത്രയേ ഉള്ളൂ. സോറി, ഇത് മൊത്തത്തിലുണ്ടല്ലോ. ഓക്കെ, ബാക്കി നമ്മുടെ കയ്യിൽ ഈ ഷെയ്ഡ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഈ 1/2 ഭാഗത്തെയും ഞാൻ ഒഴിവാക്കി. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? 1 മുഴുവനായിട്ടുണ്ട്. പിന്നെ ഒരു പകുതിയുണ്ട്, ഒരു 1/4 ഭാഗമുണ്ട്. അപ്പോൾ ആ പകുതിയും 1/4 ഭാഗം കൂടി ചേർന്നാൽ എത്ര? 3/4. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ പിക്ചറൈസേഷൻ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത ഉത്തരത്തിലേക്ക് എത്തുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഈ 1/2, 1/4, 3/4 ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താലോ. അങ്ങനെ ചിന്തിച്ച് ഉത്തരത്തിലേക്ക് എത്തിയാൽ നല്ലതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളങ്ങനെ 44ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 44ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 7 3/8 പ്ലസ് 11.5 മൈനസ് 7/4 പ്ലസ് 5 6/5. ഓക്കെ, ഞാനെന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ പൂർണ്ണസംഖ്യകളെ മുഴുവനായിട്ട് എടുക്കാം, എന്നിട്ട് ചെയ്യാം. 7, 11, 7, 5 നമ്മൾ അവരെ ആദ്യം ചെയ്യുന്നു. 7 പ്ലസ് 11 മൈനസ് 7 പ്ലസ് 5.
ഈ +7 -7 പൂജ്യമായി പോയില്ലേ? ബാക്കി ആരേ ഉള്ളൂ? ഒരു +11 ഒരു +5. അത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്ര? അത് ചെയ്താൽ കിട്ടുന്നത് 16. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണടാ? ആ ഭിന്ന രൂപങ്ങളെയും കൂടെ മാറ്റണം. ഏതാ ഭിന്ന രൂപങ്ങൾ? 3/8 ചെയ്യണം, +1/2 ചെയ്യണം, -3/4 +5/6. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിലധികം ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ LCM എടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെയാ LCM കാണാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞത്? കൂട്ടത്തിലെ ഏറ്റവും വലിയവനെ തൂക്കുക. കൂട്ടത്തിലെ ഏറ്റവും വലുത് 8 ആണ്. 8 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. 4ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. 6ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട് എന്നൊരു ഫ്ലോയിൽ പറയണ്ട. 6ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഇല്ല. അപ്പൊ 8 LCM അല്ല. അപ്പൊ 8ന്റെ രണ്ടാമത്തെ ഗുണിതം 8 2 എത്രയാ? 16. 16 ഉണ്ടോ നോക്കുക. 16 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. 4ന്റെ ഗുണന പട്ടികയിലുണ്ട്. 6ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ആളെ പിടിക്കും. 3 8കൾ ചേർന്നാൽ 24. 24 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. 4ന്റെ ഗുണിതമാണോ? ആണ്. 6ന്റെ ഗുണിതമാണോ? ആണ്. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം 24 ആണ് ഇവരുടെ ഒക്കെ LCM. ഓക്കെ. ഇനി ഒന്ന് നോക്കാം. 8നെ എത്ര പ്രാവശ്യം ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയത്? അത് 3 പ്രാവശ്യം. 2നെയോ? 2നെ 12 പ്രാവശ്യം ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയത്. അടുത്ത 4നെ 6 പ്രാവശ്യം ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയത്. അടുത്ത 6നെ 4 പ്രാവശ്യം ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയത്. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാലോടാ. മുകളിൽ കിടക്കുന്നത് 3. 3നെ ഗുണിക്കണം. എന്തുകൊണ്ട്? ഈ 8 24 ആകാൻ എത്ര കൊണ്ടാണോ ഗുണിച്ചത് അതേ സംഖ്യ കൊണ്ട് മുകളിൽ കിടക്കുന്ന 3നെയും ഗുണിക്കണം. 8 24 ആകാൻ നമ്മൾ 3 കൊണ്ടാണ് ഗുണിച്ചത്. മുകളിൽ കിടക്കുന്ന 3നെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കും. സോ സിമ്പിൾ. പ്ലസ് അടുത്ത ഭിന്നസംഖ്യയുടെ മുകളിൽ കിടക്കുന്ന ആള് 1. ആ 1നെയും നമ്മൾ ഗുണിക്കുന്നു. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 2 24 ആകാൻ എത്ര കൊണ്ട് ഗുണിച്ചു? ഇവിടെ 12 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിൽ നമ്മൾ 12 കൊണ്ട് തന്നെ ഗുണിക്കണം. ഓക്കെ. മൈനസ് അടുത്ത ആൾ ആരടാ? 3. 3നെ നമ്മൾ ഗുണിക്കുന്നു. താഴെ കിടക്കുന്ന 4 24 ആകാൻ നമ്മൾ 6 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മേലെ ഇരിക്കുന്ന 3നെയും 6 കൊണ്ട് ഗുണിക്കുന്നു. ക്ലിയർ അല്ലേ? പ്ലസ് അടുത്ത ആള് 5. 5 നമ്മൾ എഴുതി. 5നെ ഗുണിക്കണം. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 6 24 ആകാൻ 4 കൊണ്ടല്ലേ ഗുണിച്ചത്. അപ്പൊ മുകളിലും നമ്മൾ 4 കൊണ്ട് ഗുണിക്കുന്നു. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? സോൾവ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ മായ്ച്ചോട്ടെ. ഞാനിത് മായ്ക്കുന്നു. ഇതൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇത്രയൊന്നും വലിച്ചു നീട്ടേണ്ട കാര്യമില്ല കേട്ടോ. സിമ്പിളായിട്ട് ചടപട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി പോവാം. ഓക്കെ. ഞാൻ ഇനി അത് അടുത്ത് സോൾവ് ചെയ്യുന്നു. 3 ഗുണിക്കണം 3 എന്ന് പറയുന്നത് 9. 1 ഗുണം 12 എന്ന് പറഞ്ഞാൽ 12. മൈനസ് 3 ഗുണം 6 എന്ന് പറഞ്ഞാൽ 18. പ്ലസ് 5 ഗുണം 4 20. ഓൾ ഡിവൈഡഡ് ബൈ 24. പ്ലസും മൈനസൊക്കെ ഒരുമിച്ച് വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ കിടക്കുന്ന കാശ്, മൈനസ് എന്ന് പറഞ്ഞാൽ കടം കൊടുത്ത് തീർക്കാനുള്ളത്. അപ്പൊ പോക്കറ്റിൽ എത്ര രൂപ ഉണ്ട് നോക്കാം. 9ഉം 12ഉം 21 രൂപ. പിന്നെ ഒരു പ്ലസ് 20 കൂടി ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്മുടെ പോക്കറ്റിൽ 41 രൂപയുണ്ട്. മൈനസ് 18 ബൈ 24. ഇവിടെ 41ൽ നിന്ന് 18 പോയാൽ ബാക്കി എത്ര? 41ൽ നിന്ന് ഒരു 10 പോട്ടെ ആദ്യം. 41ൽ നിന്ന് ഒരു 10 പോയാൽ ബാക്കി 31 ആണ്. 31ൽ നിന്ന് ഒരു 8 കൂടി പോയാൽ എത്രയാണ്? 23 അല്ലേ? അപ്പൊ 23/24 എന്ന് എഴുതാം. 23/24. ഇത് എന്തിന്റെ ഉത്തരാടാ? ഭിന്നരൂപങ്ങളുടെ മാത്രം ഉത്തരാണ്. നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ പൂർണ്ണസംഖ്യയും
ഭിന്നരൂപങ്ങളിൽ കിട്ടിയ ഈ 23/24 കൂടി കൂട്ടണം. അത് 16 23/24 ചേർത്ത് എഴുതാം. 16 23/24. ദേ ഓപ്ഷൻ ഡിയിൽ അങ്ങേരിയിരിക്കുന്ന കണ്ടില്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം. ശരിയായ ഉത്തരം. 44 ചോദ്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. ഇനി 45-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ക്ലിയർ അല്ല മക്കളെ? അങ്ങനെ 45-ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 3 1/6 പ്ലസ് 4.5 മൈനസ് 2 2/3 മൈനസ് 1 11/12. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് ചെയ്യാം. ഞാൻ ചോദ്യം ഒന്നും കൂടി എഴുതുന്നു. 3 1/6 പ്ലസ് 4.5 മൈനസ് 2 2/3 മൈനസ് 1 11/12. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നടാ? പൂർണ്ണസംഖ്യകളെല്ലാം കൂടി ആദ്യം ചെയ്യാം. 3 പ്ലസ് 4 മൈനസ് 2 മൈനസ് 1. 3 4 പോക്കറ്റിൽ, 2 രൂപയും 1 രൂപയും കടം. ടോട്ടൽ 7 രൂപ പോക്കറ്റിൽ മൈനസ് എത്ര രൂപ കടം? 3 രൂപ കടം. അപ്പോൾ പൂർണ്ണസംഖ്യകൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 4. ഇനി അടുത്ത് ചെയ്യാലോ നമുക്ക്. അടുത്തത് ആരാ? ഭിന്നരൂപങ്ങൾ. ആരൊക്കെ? 1/6 പ്ലസ് 1/2 മൈനസ് 2/3 മൈനസ് 11/12. ഓക്കെ, അപ്പൊ താഴെ കിടക്കുന്ന ഛേദങ്ങളുടെ LCM കാണാം. കൂട്ടത്തിൽ വലുതിനെ ഞാൻ ഇങ്ങോട്ട് തൂക്കി. ആരാണ് വലുത്? 12. തൊട്ടടുത്ത് കിടക്കുന്ന 3ന്റെ ഗുണിതമാണോ? 3ന്റെ ഗുണന പട്ടികയിൽ ഓഫ് കോഴ്സ് 12 ഉണ്ട് അല്ലേ? അപ്പൊ 2ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കുന്നു. അവിടെയുണ്ട്. 6ലോ? 6ന്റെ ഗുണന പട്ടികയിലും 12 ഉണ്ട്. അപ്പോൾ 6 ഗുണം 2 12 ആണ്. 2 ഗുണം 6 12 ആണ്. 3 ഗുണം 4 12 ആണ്. 12 ഗുണം 1 12 ആണ്. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടെത്തി. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി എല്ലാറ്റിൻ്റെയും ഛേദം 12ലേക്ക് എത്തിച്ചു. ഇനി മുകളിലിരിക്കുന്ന ആളുകളെ ഗുണിക്കാം അല്ലേ? 1 ഗുണിക്കണം 2 2 തന്നെ പ്ലസ്. ഇനി ഞാൻ അങ്ങനെ നീട്ടി വലിച്ചെഴുതുണ്ടല്ലോ. ഇതെങ്ങനെ 2 വന്നതെന്ന് മനസ്സിലായില്ലേ? ഈ അംശമായി കിടക്കുന്ന 1നെ നമ്മൾ ഗുണിച്ചു. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 6 12 ആകാൻ. 6 12 ആകാൻ നമ്മൾ 2 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിലുള്ള 1നെ 2 കൊണ്ട് ഗുണിച്ചു. അതാണ് ഈ 2. ഓക്കെ, പ്ലസ് അടുത്ത ആള് 1, താഴെ കിടക്കുന്ന ആള് 2 2 12 ആകാൻ 6. അപ്പൊ 1 ഗുണിക്കണം 6 6 മൈനസ് അടുത്ത ആള് 2, താഴെ കിടക്കുന്ന ആള് 3 3 12 ആകാൻ 4. അപ്പൊ 2 ഗുണിക്കണം 4 എന്ന് പറയുന്നത് 8 മൈനസ് 11നെ 1 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 11. ഇനി ഇത് ചെയ്താൽ പോരടാ. 2 രൂപ പ്ലസ് 6 രൂപ ടോട്ടൽ 8 രൂപ മൈനസ് 8 മൈനസ് 11/12. 8 രൂപയും 8 രൂപയും 8 മൈനസ് 8 0 പോയി. ബാക്കി മൈനസ് 11/12. ഇതാണ് ഭിന്നരൂപങ്ങളെ ചെയ്തപ്പോൾ കിട്ടിയത്. ഇതാണ് പൂർണ്ണസംഖ്യകളെ ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി ഇത് ചേർത്താ പോരെ? അപ്പൊ ഞാനിത് മായ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവരെ ചേർത്ത് വെക്കാം. ആരൊക്കെ? 4 മൈനസ് 11/12 ചേർത്ത് വെച്ചാൽ ചെയ്യാലോ. 12 ഗുണം 4 48 മൈനസ് 11/12 സമം 48-ൽ നിന്നൊരു 10 പോയാൽ 38. അതിന്ന് 1 പോയാൽ ബാക്കി 37. അപ്പൊ നമ്മുടെ ഉത്തരം 37/12. നമ്മൾ ഇതേ ചോദ്യം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇതേ ചോദ്യം നേരത്തെ വീഡിയോസിൽ നോക്കിയാൽ മതി, കാണാം. അതുകൊണ്ട് ഞാൻ ഇത്ര സ്പീഡായിട്ട് പോയത് കേട്ടോ. ഓക്കെ, 46-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. മൈനസ് 12.5 പ്ലസ് 1/2. ഇനി ഭിന്നസംഖ്യ കൺസെപ്റ്റിന്റെ കൂടെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് ഒന്നും ചെയ്യണ്ട. പേപ്പറും പേനയും എടുത്ത് കുത്തിക്കുറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താം. എങ്ങനെ? മൈനസ് 12.5 എന്ന് പറഞ്ഞാൽ എന്താ? 12.5 രൂപ കടം. 12.5 രൂപ കടം പ്ലസ് 1/2 എന്ന് പറഞ്ഞാലോ 1/2 രൂപ കയ്യിൽ. എന്ന് വെച്ചാൽ 50 പൈസ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അവന് 12 രൂപ 50 പൈസ. അതാണല്ലോ 12.5 എന്ന് പറഞ്ഞാൽ. 12 രൂപ 50 പൈസ കടം കൊടുക്കാനുണ്ട്. ഓക്കെ,
12 രൂപ 50 പൈസ അവന് കടം. അവൻ്റെ പോക്കറ്റിലുള്ളത് ആകെ എത്രയാ? ആകെ 50 പൈസ, ആകെ അര. അപ്പം എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യും? പോക്കറ്റിൽ കിടക്കുന്ന ഈ 50 പൈസ കൊണ്ട് തൽക്കാലം ആ കടം അങ്ങോട്ട് വീട്ടും. 12 രൂപ 50 പൈസയിൽ നിന്ന് 50 പൈസ ഒഴിവായാൽ ബാക്കി 12 രൂപ കടം മൈനസ് ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി -12. സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, 47ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 10 ഹരിക്കണം 1/3 പ്ലസ് 60 ഗുണിക്കണം 1/2. ബോട്ട്മാസ് റൂൾ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യം. എന്താണ് ബോട്ട്മാസ് റൂൾ എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ബോട്ട്മാസ് റൂൾ വെച്ച് നമുക്ക് ചെയ്യാം. ബ്രാക്കറ്റ് ഓഫ് അല്ലെങ്കിൽ ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നു 10 ഹരിക്കണം 1/3 പ്ലസ് 60 ഗുണിക്കണം 1/2. ഈ ഓർഡറിൽ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് അല്ലെങ്കിൽ ഓർഡർ ഇല്ല, ഉള്ളത് ഡിവിഷനാണ്, ഹരണം ആരാ? ദേ കിടക്കുന്ന ഹരണ ചിഹ്നം. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആളുകളെ നമ്മൾ ചെയ്യണം. 10 ഹരിക്കണം 1/3. ഒരു ഭിന്നസംഖ്യയെ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ വിൽക്രമം എടുത്തിട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1/3ന്റെ വിൽക്രമം എന്താ? അത് 3 അല്ലേ? 3 ആണ്. അപ്പോൾ 10 × 3 എന്ന് പറഞ്ഞാൽ എന്താടാ? 10 × 3 എന്ന് പറഞ്ഞാൽ അത് 30 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടി. ബാക്കിയുള്ളവരെ എഴുതാൻ മറക്കരുത്, അതുപോലെ എഴുതണം. 30 + 60 × 1/2. ഇനി എന്ത് ചെയ്യണം? ഇനി ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കണം. ദേ ഗുണനചിഹ്നം കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ തമ്മിൽ ഗുണിക്കണം. 60 × 1/2 എന്ന് പറഞ്ഞാൽ എന്താ? അത് 60/2 ആണ്. അതായത് 60ന്റെ പകുതി എത്രയാ? 30. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 30 ഉണ്ട്, അത് ഞാൻ എഴുതി. പ്ലസ് ഇത്രയും ചെയ്തപ്പോൾ കിട്ടിയത് 30. ഇനി എന്ത് ചെയ്യണം? അഡിഷൻ, കൂട്ടണം. ദേ പ്ലസ് ചിഹ്നം, കൂട്ടാനുള്ള ചിഹ്നം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ തമ്മിൽ നമ്മൾ കൂട്ടും. 30 തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 60. നമ്മുടെ ഉത്തരം 60 ആണ്. ഇനി സബ്ട്രാക്ഷൻ ഇതിലില്ല, അപ്പം അത് ചെയ്യണ്ട. 60 എവിടെ? ദേ കിടക്കുന്നു, ഓപ്ഷൻ എയിൽ കിടക്കുന്നു. ശരിയായ ഉത്തരം 60. നമ്മൾ അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ 48ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 1/2 ഗുണിക്കണം 2/3 ഗുണിക്കണം 3/4 കൂട്ടണം 1/4. ഓക്കെ, ഇവിടെ ഗുണിക്കലാണെങ്കിൽ മുകളിലും താഴെയും ഒരുപോലെ വന്നാൽ വെട്ടിക്കളയാലോ. ദേ ഒരു 2, ദേ താഴെ ഒരു 2, ദേ ഇവിടെ ഒരു 3, താഴെ ഒരു 3. അപ്പോൾ ദേ ഇത്രയും ഭാഗത്ത് എന്ത് വന്നു? ബാക്കി മുകളിൽ ഒരു 1 ബൈ താഴെ ഒരു 4 വന്നു. പ്ലസ് ഇപ്പുറത്ത് ആരുണ്ടടാ? ഒരു 1/4 ഉണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ. 1/4 എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം. ആ 1/4 ഭാഗത്തിൻ്റെ കൂടെ വീണ്ടും ഒരു 1/4 ഭാഗം കൂടി ചേർന്നു. അപ്പോൾ 2 കാലുകൾ ചേർന്നാൽ എന്തായി? അത് പകുതിയായി, അര ഭാഗമായി. കിട്ടിയല്ലോ? കിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, അങ്ങനെ നമ്മുടെ 49ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചോദ്യം നമുക്ക് കിട്ടിയൊരു ലോട്ടറിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത്തരത്തിലൊരു പാറ്റേൺ കണ്ട് പരിചയപ്പെട്ടവർക്ക് അതൊരു ലോട്ടറിയാണ്. പറയാനുള്ള കാരണം ഞാൻ പറയാം. ചോദ്യം ഇങ്ങനെയാണ്. 1/2 ഗുണിക്കണം 4 പ്ലസ് 1/4 ഗുണിക്കണം 6 പ്ലസ് 1/6 ഗുണിക്കണം 8 അങ്ങനെ പോയി പ്ലസ് 1/98 ഗുണിക്കണം 100. എടാ, ഈ എഴുതിയിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ പാറ്റേണിൻ്റെ പ്രത്യേകത? മുകളിലിരിക്കുന്ന അംശം എല്ലാം സെയിം ആണ്, അതൊന്നാണ് അല്ലേ? എല്ലാറ്റിൻ്റെയും തലയുടെ മുകളിൽ ആരാ? 1. താഴെയോ? താഴെ ഇരിക്കുന്നതൊക്കെ ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യ എന്ന് മാത്രമല്ല, 2ൽ തുടങ്ങി അങ്ങനെ പോകുന്ന തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളാണ്. ഇവിടെ 2ൽ തുടങ്ങി, അപ്പുറത്ത് 4, 4ൽ അവസാനിച്ചു. ഇവിടെയോ 4ൽ തുടങ്ങി 6, 6ൽ അവസാനിച്ചു. അപ്പുറത്ത് 6ൽ തുടങ്ങി 8. അടുത്തത് എന്തായിരിക്കും? അത്
1/8 ഗുണിക്കണം 10 ആയിരിക്കും അല്ലേ? അങ്ങനെയല്ലേ പോകുന്ന ആ പാറ്റേൺ. നോക്കിക്കടാ, ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്താ? എല്ലാ ഇരട്ട സംഖ്യ ആണെങ്കിൽ അവർക്കിടയിലുള്ള വ്യത്യാസം 2 അല്ലേ? ഇങ്ങനെയാണ് ആ പാറ്റേൺ എങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഉത്തരം എഴുതാം. കണ്ണും പൂട്ടി ഉത്തരം എഴുതാം. എങ്ങനെ? നോക്കിക്കോ, നമ്മൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ഇങ്ങനെയാണ് തന്നിരിക്കുന്ന പാറ്റേൺ എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു പരിപാടി, ഇതിൻ്റെ അവസാനം കിടക്കുന്ന ഡിജിറ്റ് എത്രയാണ് നോക്കും. അവസാനം കിടക്കുന്ന ഡിജിറ്റ് ഇവിടെ 100. അവസാനം കിടക്കുന്ന ഡിജിറ്റ് 100. ആ 100ന്റെ ഇരട്ടി എടുക്കുക. 100ന്റെ ഇരട്ടി എത്രയാ? 200. അതായിരിക്കും ഉത്തരത്തിന്റെ താഴെ ഛേദം. അതായിരിക്കും ഉത്തരത്തിന്റെ ഛേദം. ക്ലിയർ ആണ്? ഞാൻ എന്ത് പറഞ്ഞു? ഇതേ പാറ്റേൺ ആണെങ്കിൽ അവസാനത്തെ ആള്, ഏറ്റവും വലിയ ആളെ എടുക്കും. അത് 100 അല്ലേ? ആ 100ന്റെ ഇരട്ടി എടുക്കുക. 100ന്റെ ഇരട്ടി ഇവിടെ 200 ആണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? എടാ, താഴെ നമ്മൾ എന്ത് ചെയ്തു? താഴെ അവസാനം കിടക്കുന്ന സംഖ്യ വലിയ സംഖ്യയുടെ ഇരട്ടി എടുത്തു. ഇപ്പൊ നമ്മൾ മുകളിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. വലിയ സംഖ്യയായ 100ന്റെ പകുതി എടുക്കും. 100ന്റെ പകുതി 50 ആണ്. 50 കൊണ്ടിട്ട് ഇവിടെ എഴുതി വെക്കേണ്ട, തെറ്റിപ്പോവും. ആ പകുതിയിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം. ആ 100ന്റെ പകുതി 50 ആണ്. 50ൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാ? 49. അപ്പൊ നമ്മുടെ ഉത്തരം 49/200 ആണ്. 49/200 ആണ്. ക്ലിയർ ആണോ? ആ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇത് ക്ലിയർ ആണെങ്കിൽ ഞാൻ 2-3 എക്സാമ്പിളും കൂടി ചോദിക്കട്ടെ. ഇതേ പാറ്റേണിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഇതേ പാറ്റേണിൽ ഒരു ചോദ്യം തരുന്നു. 1/2 ഗുണിക്കണം 4 പ്ലസ് 1/4 ഗുണിക്കണം 6 പ്ലസ് 1/6 ഗുണിക്കണം 8 പ്ലസ് 1/8 ഗുണിക്കണം 10. ഇതിൻ്റെ ഉത്തരം പറയാമോ? എന്താണ് ഞാൻ പറഞ്ഞത്? നോക്കിക്കേ, എല്ലാറ്റിൻ്റെ മുകളിൽ 1 ആണ് അല്ലേ? എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ 1 ആണ്. താഴെയോ 2ൽ തുടങ്ങി ഇരട്ട സംഖ്യകൾ ഇങ്ങനെ ആവർത്തിച്ച് പോകുന്നു. ഏതുവരെ? 10 വരെ കേട്ടോ. 10 വരെയുള്ളൂ ഇവിടെ. അപ്പൊ ഉത്തരം എന്തായിരിക്കും? താഴെയുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 10. ആ 10ന്റെ ഇരട്ടി എത്ര? 10ന്റെ ഇരട്ടി 20. അയാള് താഴെ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ താഴെ ഇരട്ടി കണ്ടെങ്കിൽ മുകളിൽ പകുതി കാണണം, ഒന്ന് കുറയ്ക്കണം. 10ന്റെ പകുതി 5. 5ൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാടാ? 4. അപ്പൊ 4/20 ആണ് ഉത്തരം. നമുക്ക് വേണമെങ്കിൽ അതിനെ വീണ്ടും ചെറുതാക്കാം. 4ഉം 20ഉം 4ന്റെ ഗുണിതാണ്. 4ൽ 4 ഒരു തവണ, 20ൽ 4 5 തവണ. അങ്ങനെ 1/5 എന്നും എഴുതാം. 1/5 എന്നും എഴുതാം. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടി പറയട്ടെ. 1/2 ഗുണിക്കണം 4 പ്ലസ് 1/4 ഗുണിക്കണം 6 പ്ലസ് 1/6 ഗുണിക്കണം 8 പ്ലസ് അങ്ങനെ പോയി പ്ലസ് 1/48 ഗുണിക്കണം 50. 48 ഗുണിക്കണം 50. ഉത്തരം പറഞ്ഞടാ. ഉത്തരം എന്താ? താഴെയുള്ളതിൽ അവസാനത്തെ ആള് അല്ലെങ്കിൽ വലിയ ആള് അത് 50 ആണ്. 50ന്റെ ഇരട്ടി എത്രയാ? 100. അത് താഴെ. മുകളിലോ? താഴെ നമ്മൾ ഇരട്ടി കണ്ടാൽ മുകളിൽ നേരെ ഓപ്പോസിറ്റ്. 50ന്റെ പകുതി കാണുന്നു, ഒന്ന് കുറയ്ക്കുന്നു. 50ന്റെ പകുതി 25. 25ൽ നിന്നൊന്ന് കുറച്ചാൽ കിട്ടുന്നത് 24. നമ്മുടെ ഉത്തരായി. 24/100 വേണമെങ്കിൽ 2 കൊണ്ട് ചെറുതാക്കാം. 2 കൊണ്ട് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 24ന്റെ പകുതി എന്ന് പറയുന്നത് 12, 100ന്റെ പകുതി എന്ന് പറയുന്നത് 50. അപ്പൊ 12/50 എന്നും എഴുതാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ചെറുതാക്കാം. 12/50 ചെറുതാക്കിയാൽ എന്താ? വീണ്ടും ഇരട്ട സംഖ്യ തന്നെയല്ലേ? 12ന്റെ പകുതി 6/25 എന്ന് കിട്ടും. 6/25. ഈ രൂപത്തിലേക്കും നമുക്ക് എത്തിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മളങ്ങനെ 50ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 50ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 3/10ന്റെ 5/9 ഭാഗം കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. എന്താ ഞാൻ പറഞ്ഞത്? ഓക്കെ,
3/10 അല്ലെങ്കിൽ ഉടേ എന്ന് കണ്ടാൽ എന്ത് ചെയ്യണടാ? അവിടെ ഗുണനചിഹ്നം ഇട്ടേക്കണം. 3/10 5/9 ഭാഗം. ഇത്രയേ ഉള്ളൂ. ഇനി വെട്ടിച്ചെറുതാക്കിയാൽ മതി. 5 10 2 തവണ, 3 9 3 തവണ. മുകളിൽ ആരുമില്ല എന്ന് പറയരുത്, ഒന്നുണ്ട്. താഴെയോ 2ഉം 3ഉം ഗുണിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ 1/6 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. 1/6 അവിടെ 1/6 ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓപ്ഷൻ ബിയിൽ. സോ നമ്മുടെ ശരിയായ ഉത്തരം 1/6. അടുത്ത ചോദ്യം എങ്ങനെയാണ്? നേരത്തെ ചെയ്ത അതേ മോഡൽ ചോദ്യട്ടാ. 1/16 2/3 മടങ്ങ്. ഓക്കെ, അവിടെ മടങ്ങ് എന്നുള്ളൊരു വാക്കും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പമായി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്താ നമ്മൾ ചെയ്യുന്നത്? 1/16 എന്ന് പറഞ്ഞാൽ തന്നെ വേണമെങ്കിൽ ഗുണനടാം. പക്ഷെ ഇവിടെ മടങ്ങ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിക്കാം. ഗുണിക്കൽ എന്ത്? 2/3 ഗുണിക്കേണ്ടത്. ഈ 2ഉം 16ഉം വെട്ടിക്കളയാലോ. 16ൽ എത്ര രണ്ടുകൾ? 8 രണ്ടുകൾ. ബാക്കി 1/ താഴെ ആരേ ഉള്ളൂ? 8 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ 1/24 നമ്മുടെ ഉത്തരം. എവിടെ? 1/24 ദേ കിടക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും എന്നതാണ് ചോദ്യം. നമുക്ക് ചെയ്യല്ലേ? 15 മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്ന് 3/4 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ നമുക്ക് മുറിച്ചെടുക്കാം? ഓക്കെ, അപ്പോൾ ആകെയുള്ളത് 15 മീറ്റർ ആണ്. ഓക്കെ, അതിനെ എത്ര പീസുകളാക്കി മുറിക്കണം? 3/4 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിക്കണം. അപ്പോൾ നമ്മൾ 15നെ ഭാഗിക്കണം, മുറിക്കണം. ഭാഗിക്കൽ, വീതിക്കൽ, മുറിക്കൽ, ഛേദിക്കൽ ഒക്കെ എന്താണ്? ഹരണമാണ്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട പരിപാടി ഇവിടെ 15നെ ഹരിക്കണം 3/4 കൊണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യൂടാ? അതിൻ്റെ വിൽക്രമം എടുത്തിട്ട് ഗുണിക്കും. തലകുത്തനെ നിർത്തിയിട്ട് ഗുണിക്കും അല്ലേ? മുകളിലുള്ള 15 എഴുതി ഗുണിക്കുന്നു. 3/4 വിൽക്രമം നേരെ തിരിഞ്ഞാൽ അതെന്തായി? 4/3. ഇനി ചെയ്താൽ പോരെ? 15ഉം 3ഉം വെട്ടിക്കളയാം. 15ൽ എത്ര മൂന്നുകൾ? 5 മൂന്നുകൾ. അപ്പൊ 5 ഗുണം 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ എത്ര കഷ്ണങ്ങൾ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാ? നമുക്ക് കിട്ടി 20 കഷ്ണങ്ങൾ നമുക്ക് അതിന് മുറിച്ചെടുക്കാം. 20 പീസ് മുറിച്ചെടുക്കാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ, എടാ 3/4 മീറ്റർ അല്ലെ? ഒരു കഷ്ണത്തിന് 3/4 മീറ്റർ വേണം. അപ്പൊ 2 കഷ്ണങ്ങളാകും എത്രയായി? 3/4 3/4 1.5 മീറ്റർ ആയി അല്ലെ? അപ്പോൾ 2 കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ. 2 കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആയി. അപ്പോൾ 4 കഷ്ണങ്ങൾ എത്രയായി? 1.5 1.5 ചേർന്ന് 3 മീറ്റർ ആയേ അല്ലേ? അപ്പോൾ 8 കഷ്ണങ്ങൾ ചേർന്നാലോ? 8 കഷ്ണങ്ങൾ ചേർന്നാലോ? 8 കഷ്ണങ്ങൾ ചേർന്നാൽ 6 മീറ്റർ ആവും. വീണ്ടും ഒരു 4 കഷ്ണങ്ങളോട് ചേരുന്നു, അതായത് 12 കഷ്ണങ്ങൾ ചേരുന്നു. അപ്പോഴോ 9 മീറ്റർ ആവും. വീണ്ടും ഒരു 4 ചേർന്നാൽ 12ഉം 4ഉം 16 കഷ്ണങ്ങളായി. അപ്പോഴോ ഇവിടെ 12 മീറ്റർ ആവും അല്ലടാ? വീണ്ടും ഒരു 4 കഷ്ണങ്ങൾ ചേർത്ത് 20 കഷ്ണങ്ങളാക്കിയാലോ? 12 3ഉം 15 മീറ്ററായി. ഓക്കെ, ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്താലും കിട്ടുന്ന ഉത്തരം അത് 20 ആണ്. അതാണ് ശരിയായ ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മക്കളെങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 53ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 3 1/6 എത്ര 1/12 ഉണ്ട്? അപ്പം അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിനെ ഭാഗിക്കണം 1/12 കൊണ്ട്. 1/12 കൊണ്ട് ഭാഗിച്ചാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. 3 1/6 1/12 ചെയ്താൽ ഇവിടെ മുകളിൽ ഇരിക്കുന്നത് ഒരു മിശ്ര രൂപത്തിലും താഴെ ഇരിക്കുന്നത് ഒരു സാധാരണ ഭിന്ന രൂപത്തിലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? മേലെ ഇരിക്കുന്ന ആളെ ആദ്യം സാധാരണ ഒരു ഭിന്ന രൂപത്തിലേക്ക് മാറ്റാം. 3 ഗുണിക്കണം 6 18. 18ന്റെ കൂടെ മുകളിലിരിക്കുന്ന ഒന്ന് കൂട്ടിയാൽ 19. അപ്പോൾ 19/6
1/12 എന്നായി. അപ്പോൾ 2 ഭിന്നസംഖ്യകളാണ്, ഒരു 19/6 ഒരു 1/12. 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതും 19/6. എന്നിട്ടോ താഴെ ഇരിക്കുന്ന ഭിന്നസംഖ്യയുടെ വിൽക്രമം തലകുത്തനെ നിർത്തിയത് ഗുണിക്കും. അപ്പൊ 1/12ന്റെ വിൽക്രമം എത്രയാ? അത് 12 തന്നെ. ക്ലിയർ ആണ്? ഇനി എന്ത് ചെയ്യൂടാ? ഈ 6ഉം 12ഉം വെട്ടിക്കളയാം. 12ൽ എത്ര ആറുകൾ? 12ൽ 2 ആറുകളാണ്. അപ്പൊ 19 ഗുണം 2 എത്രയാടാ? 38. അപ്പൊ എത്ര 1/12 ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അത് 38 ആണ്. ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെ 54ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. എടാ താഴെ 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. 1/5, 3/10, 4/10, 4/5. ഈ 4 ഭിന്നസംഖ്യകളിൽ ഏതാണ് വലുത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ ഞാൻ ഭിന്നസംഖ്യകൾ ഇവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. ആ വഴി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചെയ്യേണ്ട പരിപാടി നോക്കിയേ, ഒരേ ഛേദങ്ങളുള്ള ആളുകളെ ഞാൻ ആദ്യം കമ്പയർ ചെയ്യാം. 1/5ഉം 4/5. ക്ലിയർ അല്ലേ? ഒരേ ഛേദമുള്ളത് ഇവരാണ്. അപ്പൊ അവരെ ഞാൻ ഒരുമിച്ച് നിർത്തി. അപ്പുറത്തോ 3/10 ഉണ്ട്, ഒരു 4/10 ഉണ്ട്. ഇനി 2 കൂട്ടങ്ങളിലും ഏതാണ് വലുതെന്ന് നോക്കുന്നു, അവരെടുക്കുന്നു. എടാ 1/5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു സാധനത്തിനെ 5 കഷ്ണങ്ങളാക്കി മുറിച്ചു, അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തു. അപ്പൊ 4/5 എന്ന് പറഞ്ഞാലോ, അതേ വലിപ്പമുള്ള ഒരു സാധനത്തിനെ 5 കഷ്ണങ്ങളാക്കി മുറിച്ചു, അതിൽ നിന്ന് 4 കഷ്ണങ്ങൾ എടുത്തു. അപ്പൊ ഏതാ വലുത്? ഈ കൂട്ടത്തിൽ വലുതാരാ? 4/5 അല്ലേ? 4/5 അല്ലേ? ഇനി നോക്കിക്കേ, അപ്പുറത്ത് നോക്കിക്കടാ. അതേ സാധനത്തിനെ 10 കഷ്ണങ്ങളാക്കി അതിൽ നിന്ന് 3 കഷ്ണം എടുത്തു. നോക്കുക, അതേ സാധനത്തിനെ 10 കഷ്ണങ്ങളാക്കി മുറിച്ചു, അതിൽ നിന്ന് 4 കഷ്ണങ്ങൾ എടുത്തു. അപ്പൊ ആരാ കൂട്ടത്തിൽ വലുത്? ഈ 2 പേർക്കിടയിൽ വലുത് അത് 4/10 അല്ലേ? ഓക്കെ, ഇനി 4/5 ആണോ 4/10 ആണോ വലുത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു വസ്തുവിനെ 5 കഷ്ണങ്ങളാക്കി മുറിച്ചു, അതിൽ നിന്ന് 4 കഷ്ണം ഇങ്ങോട്ട് എടുത്തു. അതേ വസ്തുവിനെ 10 പീസാക്കി മുറിച്ചു, എന്നിട്ട് അതിൽ നിന്ന് 4 പീസ് എടുത്തു. ഏതായിരിക്കും ഇവിടെ വലുത്? 4/5 ആയിരിക്കില്ലേ? 4/5 ആയിരിക്കില്ലേ? അങ്ങനെ ലോജിക്ക് വെച്ച് ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ നോക്കിക്കടാ, നമ്മൾ സാധാരണ ചെയ്യുന്ന ക്രോസ് മെത്തേഡ് 1/5ഉം 3/10 തമ്മിൽ കമ്പയർ ചെയ്യും. 1 ഗുണിക്കണം 10 10, 3 ഗുണിക്കണം 5 15. അപ്പോ ഏതാണ് വലുത് ഇതില്? അത് 3/10 ആണ്. ഓക്കെ, ഇനിയോ 4/10 കമ്പയർ ചെയ്യാം. 3/10ഉം 4/10ഉം തമ്മിൽ കമ്പയർ ചെയ്യാം. 3 ഗുണിക്കണം 10 30, 4 ഗുണിക്കണം 10 40. ഇതിലാരാ വലുത്? അത് 4/10. 40ന്റെ താഴെ കിടക്കുന്ന 4/10. അപ്പൊ ഇനി ആരെ കമ്പയർ ചെയ്യണം? ഈ 4/10ഉം 4/5 തമ്മിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ 4 ഗുണിക്കണം 5 20, 4 ഗുണിക്കണം 10 40. 20നേക്കാൾ 40 അല്ലടാ വലുത്. അപ്പോ നമ്മുടെ ഉത്തരം 4/5. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 55ാമത്തെ ചോദ്യം എങ്ങനെയാണെടാ? ഒരു 5 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ആ ഭിന്നസംഖ്യകളിൽ ഏതാണ് ഏറ്റവും ചെറുത്? ഏറ്റവും ചെറിയ ആളെ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്യല്ലേ. ഒന്നാമത്തെ ആള് 5/6, രണ്ടാമത്തെ ആള് 4/15, അടുത്തത് 7/9, അടുത്തത് 5/12. ഇവിടെ 5/12 റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 4 ഭിന്നസംഖ്യകളിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യല്ലടാ.
നമ്മൾ എന്ത് ചെയ്യും? ഓരോ രണ്ടിനെയും എടുക്കും, ക്രോസ് ചെയ്യും. 5/6 4/15. 15 ഗുണിക്കണം 5 എത്രയാ? 10 5 50, 5 5 25. അപ്പോൾ 75 എന്ന് കിട്ടും. 6 ഗുണിക്കണം 4 24. ഈ കൂട്ടത്തിൽ വലുത് 5/6. 5/6 നമ്മൾ എടുത്തു. ഇനി 7/9 കമ്പയർ ചെയ്യാം. 7/9 കമ്പയർ ചെയ്തു. സോറി, നമ്മളോട് ചെറുതല്ലേ ചോദിച്ചിരിക്കുന്നത്, ചെറുതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ചെറിയ ആളെടുക്കണം. അപ്പം ഇവിടെ ഞാൻ എടുക്കേണ്ടത് ആരെയാ? 4/15 എടുക്കേണ്ടത് അല്ലേ? ചെറിയ ആളെ എടുക്കേണ്ടത് 4/15. ഞാൻ വലിയ ആളെന്നുള്ള മെൻറ്റാലിറ്റിയിൽ മറ്റാളെടുത്ത് പോയി. നിങ്ങൾ ചെയ്യരുത് കേട്ടോ അങ്ങനെ. ഓക്കെ, അപ്പം ഇനി 7/9 കമ്പയർ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ 4 ഗുണിക്കണം 9 36. 15 ഗുണിക്കണം 7 10 7 70. 5 7 35. അപ്പോൾ 70 35 കൂട്ടിയാൽ 105. അപ്പം ഇതിൽ ആരുടെ ചെറുത്? ഇതിൽ 4/15 തന്നെയാണ് ചെറുത്. അപ്പോൾ 4/15 നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? 5/12 കമ്പയർ ചെയ്യുന്നു. 5/12 കമ്പയർ ചെയ്യുന്നു. 4 ഗുണം 12 എത്രയാ? 48. 15 ഗുണം 5 75. ഏതാണ് ചെറുതപ്പോൾ? ചെറുത് ഏതാ? അത് 4/15 തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം 4/15. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പം നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകല്ലേ. 56-ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 4 ഭിന്നസംഖ്യകൾ തന്നിരിക്കുന്നു. അതിൽ ഏറ്റവും ചെറിയ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ചെറിയ ആളെ ഏതൊക്കെയാണ് ഭിന്നസംഖ്യകൾ? 11/9, 11/9, അടുത്തത് 11/7, അടുത്തത് ഏതൊക്കെയാ? 11/10, 11/6, 11/10, 11/6. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കാം. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം. കാരണം നോക്കിക്കടാ, ഇവിടെ മുകളിലിരിക്കുന്ന ആളൊക്കെ സെയിമാണ്. അതായത് അംശം സെയിമാണ്. താഴെ ഇരിക്കുന്ന ആൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഛേദത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെ ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഞാനിതിന് സമാനമായിട്ടൊരു കേസ് മുൻപ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരേ അംശം, ഒരു ഉദാഹരണത്തിന് 8/2, 8/5, 8/4, 8/3. ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ പ്രത്യേകത എന്താ? ഇതിൻ്റെ താഴെ കിടക്കുന്ന ആളാണ് സെയിം. ഛേദമാണ് ഒരുപോലെ. ഛേദം ഒരുപോലെയാണെങ്കിൽ അംശത്തിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അല്ലേ? ഇവിടെ 2 5 4 3. അപ്പോൾ താഴത്തെ ആൾ മാത്രമാണ് സെയിം, അംശത്തിലെ ആളുകൾ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. ഒരേ ഛേദം വ്യത്യസ്ത അംശം. അങ്ങനെയാണെങ്കിൽ വലിയ ഭിന്നം ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് തൽക്കാലം ഈ ഛേദത്തെ നമ്മൾ മറക്കും. ഇതിൽ വലുതായിരിക്കും വലുത്. ഓക്കെ, അംശത്തിൽ ആരാണ് വലുത്? അങ്ങേര് വലുത്. ഏതാണ് ചെറുതെന്ന് ചോദിച്ചാൽ കൂട്ടത്തിൽ ചെറുതാരോ അയാളായിരിക്കും ആ ഭിന്നസംഖ്യാ വിഭാഗത്തിൽ ചെറുത്. ഓക്കെ, ഇവിടെ 2 ചെറുത്. അപ്പൊ 2/8 എന്ന് പറയുന്ന ഭിന്നസംഖ്യ ആയിരിക്കും ചെറുത്. ക്ലിയർ അല്ലേ? ഇവിടെയോ ഇപ്പോഴത്തെ ചോദ്യത്തിലോ 11/9, 11/7, 11/10, 11/6. ഇതിനെന്താ പ്രത്യേകത? ഇതിൻ്റെ ഒക്കെ മുകളിലിരിക്കുന്ന ആളാണ് സെയിം, അംശമാണ് സെയിം, ഛേദമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ അംശമാണെങ്കിൽ നേരത്തെ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞ കേസ് എന്താ? ഒരേ ഛേദമാണെങ്കിൽ അംശത്തിലെ വലുത് വലുതും അംശത്തിലെ ചെറുത് ചെറുതുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരട്ടെ. ഒരേ അംശം അങ്ങനെയാണെങ്കിൽ ഛേദത്തിലെ ചെറുതായിരിക്കും കൂട്ടത്തിൽ വലുത്. ഛേദത്തിലെ ചെറുതായിരിക്കും കൂട്ടത്തിൽ വലുത്. ഇനി ഛേദത്തിൽ വലുതോ? അതായിരിക്കും കൂട്ടത്തിൽ ചെറുത്. ഛേദത്തിൽ ചെറുതായിരിക്കും കൂട്ടത്തിൽ വലുത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോടാ? ഈ മുകളിലിരിക്കുന്ന അംശങ്ങളെ തൽക്കാലം മറക്കുന്നു. ഇനി താഴെ ഇരിക്കുന്ന 9ഉം 7ഉം 10ഉം 6ഉം കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുന്നത് എങ്ങനെ? ചെറുതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ വലുതിന് പിടിക്കും നമ്മൾ. കൂട്ടത്തിൽ വലുത് 10 ആണ്. അപ്പോൾ ചെറിയ ഭിന്നരൂപം എന്ന് പറയുന്നത്
11/10. ഇനി ആരാ വലുതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറുതിന് പിടിക്കും. കൂട്ടത്തിലെ ഏറ്റവും ചെറുത് 6. അപ്പോൾ വലിയ ഭിന്നരൂപം 11/6. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 57ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 80% എന്നത് ഏത് ഭിന്നസംഖ്യയ്ക്ക് തുല്യം? 80% എന്നത് ഏത് ഭിന്നസംഖ്യയ്ക്കാണ് തുല്യം? എന്താണ് ശതമാനം എന്ന് പറഞ്ഞാൽ? ശതം എന്ന് പറഞ്ഞാൽ 100 അല്ലേ? ശതകോടീശ്വരൻ എന്ന് പറഞ്ഞാൽ 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളവൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 80% എന്ന് പറഞ്ഞാൽ 100ൽ 80 ഇത് ചെയ്താൽ മതി, ഉത്തരായി. 0 0 ക്യാൻസലായി. ബാക്കി ആരെയുണ്ട്? 8/10 ഉണ്ട്. ഇതിനെ വീണ്ടും ചെറുതാക്കാലോ. 8ഉം 10ഉം ഇരട്ട സംഖ്യകളല്ലേ? അപ്പോൾ 8നെയും 10നെയും ചെറുതാക്കാം. 8ൽ എത്ര രണ്ടുകൾ എന്ന് ചോദിച്ചാൽ 4 രണ്ടുകൾ. 10ൽ എത്ര രണ്ടുകൾ? 10ൽ 5 രണ്ടുകൾ. അങ്ങനെ നമ്മുടെ ഉത്തരം 4/5 എന്ന് കിട്ടും. 4/5 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മക്കളെ, നമ്മളങ്ങനെ 58ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിരിക്കട്ടോ. 58ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? x/2 + 8 എന്ന് പറയുന്നത് -10ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കണം. എക്സിന്റെ വില കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കല്ലേ? കണ്ടുപിടിക്കാം. x/2 + 8 എന്നത് -10ന് തുല്യം. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യടാ? എക്സിന്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരെയും നമ്മൾ അപ്പുറത്തേക്ക് കടത്തും അല്ലേ? എല്ലാവരെയും അപ്പുറത്തേക്ക് കടത്തും. ഇപ്പൊ ഇവിടെ ആദ്യം x/2 അവിടെ ഇരിക്കട്ടെ. ഈ +8നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അവിടെ ഓൾറെഡി ആരുണ്ട്? ഒരു -10 ഉണ്ട്. +8 ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടുമ്പോൾ അതെന്തായി? -8 മാറി. ഓക്കെ, അപ്പോൾ x/2 എന്ന് പറയുന്നത് -10 -8. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ആലോചിച്ചേ. മൈനസ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കടമാണ്, കൊടുത്ത് തീർക്കേണ്ടതാണ്. -10 10 രൂപ കടം, -8 8 രൂപ കടം. അങ്ങനെ മൊത്തത്തിൽ അവന് കടമാണ് എത്ര രൂപ? 18 രൂപ. ഓക്കെ, എങ്കിൽ എക്സിന്റെ വില കാണാൻ എക്സിന്റെ കൂടെ ഇരിക്കുന്ന -2നെ നമുക്ക് അപ്പുറത്തേക്ക് കടത്താം. അവിടെ ഓൾറെഡി ഒരു -18 ഉണ്ട്. അപ്പൊ -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് -2 ആകുന്നു. ഗുണനത്തിൽ ഹരണത്തിൽ ഒരുപോലെ വന്നാൽ പ്ലസ് ഇടണം, ഒരുപോലല്ലേ മൈനസും. പാട്ട് പഠിച്ചത് മറക്കണ്ട. ഓക്കെ, അപ്പൊ എക്സിന്റെ വില എന്ത് കിട്ടിയടാ? ഇവിടെ ഒരുപോലെയാണോ? അല്ല. 18 എന്ന് പറയുന്നത് നെഗറ്റീവും 2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. രണ്ടും 2 ആളുകളാണ്. ഒരുപോലെ അല്ലെങ്കിൽ മൈനസ് ഇടണം. അത്രേ ഉള്ളൂ. അപ്പൊ 18ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ വില കിട്ടി, അത് -36 ആണ്. -36 എന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അങ്ങനെ 59ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 59ാമത്തെ ചോദ്യം ഇങ്ങനെ: 1/8 + 1/9 = 1/x ആയാൽ എക്സിന്റെ വില കണ്ടുപിടിക്കണം. എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ 1/x എന്ന് പറയുന്നത് എത്ര എന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 1/8 + 1/9. ഓക്കെ, നമുക്കിത് ആദ്യം ഒന്ന് ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 × 9 9 തന്നെ, നടുവിലെ ചിഹ്നം പ്ലസ്. 1 × 8 8 ബൈ താഴെ ഇരിക്കുന്ന 8ഉം 9ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 72. ഇതെന്താണ്? ഇത് 1/x ആണ്. ഓക്കെ, അപ്പൊ 1/x എന്ന് പറയുന്നത് 9ഉം 8ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 17/72. എങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് എത്രയായിരിക്കും? 1/x എന്ന് പറയുന്നത് 17/72 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആളെന്താ? 1/xനെ തിരിച്ചിട്ടപ്പോൾ കിട്ടിയതല്ലേ? 1/xനെ തിരിച്ചിട്ടപ്പോഴാണ് നമുക്ക് ഈ x/1 എന്ന് പറയുന്നത്. അതാണ് ഈ എക്സ് അല്ലേ? അപ്പൊ 1/xൽ നിന്ന് എക്സ് കാണാൻ നമ്മൾ തിരിച്ചിട്ടു. അതേപോലെ ഈ ആളെയും തിരിച്ചിട്ടാൽ മതി. 17/72നെ തിരിച്ചിട്ടാൽ 72/17 എന്ന് കിട്ടും. ഇതെങ്ങനെ എന്ന സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, അതിങ്ങനെയാണ്.
1/x എന്ന് പറയുന്നത് 17/72. നമ്മൾ ക്രോസ് ചെയ്യുന്നു. 1 ഗുണം 72 എന്ന് പറയുന്നത് 72 തന്നെ സമം 17 ഗുണം x എന്ന് പറയുന്നത് 17x. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എക്സിന് ഇവിടെ നിർത്തി. കൂടെ ഇരിക്കുന്ന ഗുണനം 17നെ നമ്മൾ അപ്പുറത്തേക്ക് ചാടിച്ചു. അവിടെ ആരുണ്ട്? ഓൾറെഡി 72 ഉണ്ട്. ഗുണനം 17 അപ്പുറത്തേക്ക് പോയപ്പോൾ അതെന്തായി? അത് ഹരണം 17 മാറി. അപ്പൊ 72/17 ആണ് എക്സിന്റെ വില. അതന്നെയല്ലേ എവിടെയും കിട്ടിയത്? ഇങ്ങനെയാണ് കേട്ടോ അത് കിട്ടിയത്. 72/17 എവിടെ? 72/17 ഓപ്ഷൻ എയിൽ കിടക്കുന്നു. അതാണ് നമ്മുടെ ശരി ഉത്തരം. നമ്മൾ നേരെ 60ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ 60ാമത്തെ ചോദ്യം ഇതാണ്. 60ാമത്തെ ചോദ്യം നമുക്കിവിടെ ചെയ്യാം. x/2 + 1/4 ചെയ്തപ്പോൾ 3/4 കിട്ടിയെങ്കിൽ എക്സിന്റെ വില എന്ത്? ഇത് ഒന്നുകിൽ കറങ്ങി തിരിഞ്ഞിട്ട് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ കിട്ടും. എടാ, ഏതോ ഒരു സംഖ്യയുടെ കൂടെ ഒരു 1/4 ഭാഗം കൂട്ടിയപ്പോൾ 3/4 ഭാഗം കിട്ടി എങ്കിൽ ആ സംഖ്യ ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഏതോ ഒരു സംഖ്യയുടെ കൂടെ ഒരു 1/4 ഭാഗം കൂട്ടിയപ്പോൾ 3/4 ഭാഗം കിട്ടിയെങ്കിൽ ആ സംഖ്യ ഏതായിരിക്കും? ആ സംഖ്യ അരയായിരിക്കില്ലേ? അല്ലെ? പകുതിയുടെ കൂടെ ഒരു 1/4 ഭാഗം ചേരുമ്പോഴല്ലേ 3/4 ഭാഗമാകുന്നത്. കിട്ടിയല്ലോ ഐഡിയ? അങ്ങനെയാണെങ്കിൽ x/2 അല്ലെ, ഈ രൂപത്തിലല്ലേ കിടക്കുന്നത്, എങ്കിൽ എക്സിന്റെ വില എന്തായിരിക്കും? 1 ആയിരിക്കില്ലേ? 1 ആയിരിക്കില്ലേ? ഒന്നുകിൽ അങ്ങനെ ആലോചിക്കാം. ഇനി അതല്ല, ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്ക് എന്നാ അങ്ങോട്ട് പിടിച്ചോ. എന്താ സാധനം? നമുക്ക് ചെയ്യാം. x/2 + 1/4 = 3/4. എക്സിനെ നമ്മൾ അവിടെ നിർത്തും, ബാക്കി എല്ലാവരെയും നമ്മൾ ചവിട്ടി പുറത്താക്കും. ഓക്കെ, അപ്പോൾ x/2 + 1/4 അപ്പുറത്തേക്ക് തട്ടിയാൽ അവിടെ ആരുണ്ടടാ? ഓൾറെഡി അവിടെ 3/4 ഉണ്ട്. അപ്പൊ ഈ പ്ലസ് 1/4 അപ്പുറത്തേക്ക് പോയപ്പോൾ -1/4 ആയി. ഓക്കെ, ഒരേ ഛേദം അല്ലേ? താഴെ കിടക്കുന്ന ആളുകൾ സെയിം ആണ്. അപ്പൊ മുകളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 3 - 1/4 എന്ന് ചെയ്യാം. ഏത്? x/2. ഓക്കെ, 3 - 1/4 എന്ന് പറഞ്ഞാൽ എത്രയാ? x/2 എന്ന് പറയുന്നത് 2/4 എന്ന് കിട്ടും. 2/4 എന്ന് കിട്ടും. ഇനി ചെയ്യാലോ. ഇനി വേണമെങ്കിൽ ക്രോസ് ചെയ്യാം, ഇവിടെ തന്നെ ക്രോസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ മറ്റേ തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ എക്സിന്റെ വില എന്താ? എക്സ് എന്ന് പറയുന്നത് 2/4 അവിടെ ഉണ്ട്. അവിടെ ഇരിക്കട്ടെ, ഞാൻ ചെറുതാക്കിയിട്ടില്ല, അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണം 2 ആണ് പോകുന്നത്. അപ്പൊ അത് ഗുണനം 2 ആകും. 4ഉം 2ഉം വെട്ടിക്കളയാം. എത്ര? 4ൽ എത്ര രണ്ടുകൾ? 2 രണ്ടുകൾ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 2/2 ആണെന്ന് കിട്ടും. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 1 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കറങ്ങിത്തിരിഞ്ഞൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഈ വഴി അങ്ങോട്ട് പിടിക്കുക. അല്ലെങ്കിൽ കുറച്ച് ഒന്ന് ആലോചിക്കാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക. ഏതാണെങ്കിലും ഉത്തരത്തിലേക്ക് എത്തണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സെറ്റല്ലേ? അപ്പൊ 60 ചോദ്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി എങ്കിൽ നമ്മുടെ 3ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. 4ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു.